റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, എക്സ്പെരിമെന്റ്സ് തീർക്കാനുണ്ട്, അതുപോലെ ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്, ഒരുപാട് ബാക്ക്ലോഗ് ഉണ്ട്. അതേ സമയത്ത് തന്നെ എൻട്രൻസിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്, കലാമേള ഉണ്ട്, ശാസ്ത്രമേള ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സും നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നേരിടേണ്ടി വരുന്ന ഒരു ഫേസാണ് +2 അക്കാഡമിക് ഇയർ തുടങ്ങിയതിൻ്റെ ശേഷമുള്ള 1-2 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം. ഈ സമയത്താണ് അധികം നീറ്റ് ആസ്പിരൻസും ഗിവപ്പ് ചെയ്യുന്ന സമയം. ഈ സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളെയും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ ആദ്യം തീർക്കേണ്ടത് ചില കാര്യങ്ങൾ ഡെഡ് ലൈന് അടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ചില കാര്യങ്ങളിൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതേ സമയത്ത് ചിലത് സ്കിപ്പ് ചെയ്താലും അത്ര ഇമ്പാക്റ്റ് ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്ന രീതിയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അത് നമ്മളെ നീറ്റിൻ്റെ പ്രിപ്പറേഷനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി ശ്രദ്ധിക്കണം, +2 കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ആദ്യം തന്നെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യലും അതുപോലെ നീറ്റിൻ്റെ പ്രിപ്പറേഷനും എല്ലാം ഗിവപ്പ് ചെയ്യാതെ അതില്ലാതെ തന്നെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് ചിന്തിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഓവർകം ചെയ്യേണ്ടത്.